ഞങ്ങളെ നാട്ടിലെ പാടവും തോടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടാ. കടയിലേക്ക് പോയാലേ ഓർക്ക് എല്ലാം വേണം. അപ്പൊ അവല് മിൽക്ക് കുടിച്ച് അപ്പൊ ഇങ്ങനെ പോവാ വിചാരിച്ച്. അപ്പൊ ഓർക്ക് അതാണ് ചോക്ലേറ്റ് കുനാഫി, എന്താ ഒരു കുനാഫി കുനാഫി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവാന്ന് അങ്ങനെ ഉണ്ടായതാണ് ഈ പാടത്ത് കൂടെ ഉള്ള പോക്ക്. അച്ഛന് കൊഞ്ഞാടില്ലട്ടാ. ചേരാ ഞാൻ മണ്ടു. ചേരി മാമ കണ്ട എനിക്കോട് ഞാൻ മണ്ടു. ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ എല്ലാവരും സ്കൂളും വിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയതാണ് ഇതാ. അപ്പോൾ എവിടേക്കാ പോകുന്നു വിചാരിച്ചു നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാടത്തൂടെ അവലുമിൽക്ക് കുടിച്ചാൻ പോകണം. അപ്പോൾ കുട്ടികൾക്കൊരു പൂതി അവലുമിൽക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയ സന്തോഷം കൂടി ഒക്കെ പാടെ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ വിട്ട് വന്നേ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഒരിങ്കൂട്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വണ്ടിയിലൊന്നല്ല പോണത്, ഇക്കാൻ്റെ കൂടെയല്ല പോണത്. ഞങ്ങൾ പാടത്ത് കൂടെ നടന്നിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. പാടവും ഞങ്ങളെ പാടവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നടന്നിട്ട് ഇങ്ങനെ അങ്ങാടിക്ക് പോവാണ്. അപ്പോൾ അതൊരു പ്രത്യേക വൈബാണ് ഗൈസ്. വണ്ടി പോണകാടി സുഖമല്ല നടന്നിട്ട് ഇങ്ങനെ പോണത്. പോരി വേഗം നടക്കണം. ഇങ്ങനെ നടന്നാൽ എപ്പോഴാണ് അവിടെ എത്തുക. അപ്പോൾ ഞങ്ങൾ എന്നോ ഒരു ദിവസം ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. പാടത്ത് കൂടെ ഇങ്ങനെ നടന്നിട്ട് അമ്മോ ഇറ്റങ്ങളായിട്ട് എവിടേക്കെങ്കിലും ഇറങ്ങിയ അടിയും കുത്തും കൊള്ളാത്ത നേരമില്ല. ഒരു ഭാഗത്ത് കുറ്റങ്ങളും കൊണ്ട് ഇറങ്ങാൻ പറ്റൂല. വെറ്റിലക്കൊടി അവിടെ പെരയിലെ വല്യപ്പാക്ക് ഈ കൃഷിയായിരുന്നു വെറ്റിലക്കൊടി. നല്ല രസമാണ്. ഇങ്ങനെ കുറേ ഇങ്ങനെ വെറ്റില കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മൊടിഞ്ഞുണ്ടാക്കും. ഞാനൊന്നും മടി. അപ്പോൾ ഞങ്ങളെ നാട്ടിലെ പാടവും തോടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടാ. പോരി അപ്പോൾ ഇതാ കേസ് എന്ത് രസമാണ് കാണാനില്ല. ഇത് പൂളക്കൃഷി, പൂളപ്പാടം. പിന്നെ അങ്ങനെ ഇതാ ഞങ്ങൾ പാടത്ത് എത്തിട്ടാ. ഇനി പാടത്ത് കൂടെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയാൽ ഞങ്ങൾ അങ്ങാടിയിലെത്തും. അപ്പോൾ വണ്ടിയിലാണ് പോവുക, ഇതിൽ കൂടെ പോകലില്ല. അത് പെട്ടെന്ന് എളുപ്പം എത്താനുള്ള വഴിയാണ് കേട്ടോ. അങ്ങാടിയിൽ നിന്ന് എളുപ്പം ഞങ്ങളെ പെരീക്കൊക്കെ എത്തുന്ന വഴിയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ ഒന്നും പോരലില്ല. നെല്ല് റെഡിയായിക്കൊണ്ട് നിൽക്കുന്നത്, കതിരിട്ടിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ. സംഭവം പാടത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ കുട്ടികൾ കുറേ പറഞ്ഞു നമ്മൾ സ്കൂട്ടി പോവാന്ന്. അപ്പോൾ ഞാൻ പറയും നമുക്ക് പാടത്ത് കൂടെ നടന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവാന്ന്. അങ്ങനെ ഉണ്ടായതാണ് ഈ പാടത്ത് കൂടെ ഉള്ള പോക്ക്. അച്ഛന് കൊഞ്ഞാടില്ലട്ടാ. എന്ത് രസല്ലേ കാണാനേ. കണ്ടില്ലേ രസമാണ് പാടത്ത് കൂടെ ഇങ്ങനെ നടക്കാം. അപ്പം നിൽക്കി ഗൈസ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ ഇതാ കുട്ടികളങ്ങനെ വണ്ടിയിലാണ് കേട്ടോ. അവർക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല. അവർക്ക് പെട്ടെന്ന് അവിടെ കടയിലെത്തണം, അതിന് വണ്ടിക്കാണ്. അപ്പോൾ നല്ല രസമാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാൻ. പക്ഷെ ഞാൻ തോടൊക്കെ കാണുമ്പോൾ തോട്ടിലൊക്കെ മീൻ പിടിച്ചാൽ തോന്നും. അതാണ് മെയിൻ പ്രശ്നം. ഇങ്ങനെ പാടത്ത് കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ തോട്ടിലൊക്കെ ഇങ്ങനെ നിറയെ മീനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പൂതിയാണ്. മുണ്ടെടുത്തിട്ട് നമ്മൾ മീൻ ഇങ്ങനെ കോരുന്നത് പരലിൻ്റെ കുട്ടികളെ. അത് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. അവിടെ തറവാട്ടിലെ കുളത്തിലൊക്കെ പോയി ഇങ്ങനെ മീൻ പിടിച്ചു ഒരു കുപ്പിക്കിടും. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ നിറച്ച് മീനുകൾ ഇങ്ങനെ ചെറിയ ചാലിക്കൂടെ ഇങ്ങനെ പോണ് കാണുമ്പോഴേ ഒരു പൂതി മീനൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ ഏകദേശം പാടത്തേക്ക് എത്തി. ഇതൊക്കെ നെൽവയൽ ഇതാ രസമല്ലേ കാണാൻ. അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ FB പേജ് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് FBനെ പറ്റി ഒന്നും അറിയൂല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. പിന്നെ അപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇന്ന് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ കുട്ടികളെ കൊണ്ടൊന്ന് ഒന്ന് ട്രീറ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാടത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ അങ്ങാടിക്ക് വണ്ടിയിലൊന്നല്ല കേട്ടോ പോണത്. പാടമൊക്കെ ഒന്ന് കണ്ടിങ്ങനെ മെല്ലെ പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ മക്കളെയും കൊണ്ട്. അപ്പം മനുട്ടനെ ഞാൻ പോന്നിട്ടില്ല കേട്ടോ. ഓനവിടെ പെരയിൽ നിൽക്കുകയാണ്. ഓനില്ല എന്ന് പറഞ്ഞിട്ട് ഓന് പാർസൽ കൊടുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാ.
പിന്നെ ഇപ്പം എന്താ നിങ്ങൾ കാരണമാണല്ലോ ഇവർക്ക് അവല് മിൽക്ക് വാങ്ങി കൊടുക്കണേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവല് മിൽക്ക് കുടിച്ചാൻ പോയുള്ളൂ. പക്ഷെ ഇന്ന് സ്പെഷ്യലായിട്ട് CM ഓണ സന്തോഷത്തിൽ അവല് മിൽക്ക് കുടിച്ചാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയണം മക്കള്, നന്ദി. അപ്പം ഇനി തുടർന്നും ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം. ഇനി അടുത്ത പോക്ക് ഫസ്റ്റത്തെ FBയുടെ ഏണിങ്സ് കിട്ടിയിട്ടാണ് അടുത്ത പോക്ക് ഉണ്ടാവട്ടെ. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകൊണ്ട്. അപ്പം ഫസ്റ്റത്തെ ഏണിങ്സ് പെട്ടെന്ന് തന്നെ കിട്ടട്ടെട്ടാ. പിന്നെ അപ്പോൾ CM കിട്ടിയെന്ന് കേട്ട് സന്തോഷം പറഞ്ഞപ്പോൾ ഒരു പറയുകയാണ് ഇന്ന് വൈകുന്നേരം നമുക്ക് അവല് മിൽക്ക് കുടിച്ചാൻ പോകാറുണ്ട് പറഞ്ഞിട്ട് എൻ്റെ പൈസ കാലിയാക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നല്ല രസം, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കുളം. ഇതുപോലത്തെ കുളം ഉണ്ടെന്ന് വേങ്ങര. തവള കണ്ടത് നീർക്കോലി ഉണ്ടാവും. ചേര ഞാൻ മണ്ടും. ചേരയും മാമ്പും കണ്ടാ എനിക്ക് ഞാൻ മണ്ടും. തവള ഉണ്ടായിക്കോട്ടെ. അത് കിണറാണ്. നടക്ക്, സൂമൊന്നും ചെയ്യണ്ട. 2 തവളകൾ. പോരെ നടക്ക്. ഞങ്ങൾ ഏകദേശം എവിടേക്ക് ഇറങ്ങുന്നത്? അങ്ങനെ ഇതാ ഇവിടെ എത്താൻ ഏകദേശം ഞങ്ങൾ അങ്ങാടിയിൽ എത്തി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പം മക്കൾ ഇതാ അവിടുന്ന് പെട്ടെന്ന് സ്പീഡ് നടത്തം കൂടിയിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് തന്നെ അവല് മിൽക്ക് കുടിച്ചണം, അതിന് വേണ്ടിയുള്ള പാച്ചിലാണ്. കുട്ടികൾക്ക് ഇവിടെ വേം വരി എന്ന് പറയുന്നുണ്ട്. അപ്പം മണ്ടൽ തുടങ്ങിക്കണേ. അപ്പോൾ ഏകദേശമൊക്കെ ഞങ്ങളവിടെ ഏകദേശം എത്താനായിക്കണം കേട്ടോ. പാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. എൻ്റെ ഹെൽമെറ്റ് ലോറി കയറിയാലും കൂടി തല പൊട്ടൂല എന്നാണ് പറയണത്. ഇപ്പം എവിടുന്നാ കണ്ടതാണ് ഹെൽമെറ്റ്. അപ്പം ഉമ്മച്ചിൻ്റെ അടുത്തുള്ള ഹെൽമെറ്റ് ലോറി കയറിയാൽ പോലും പൊട്ടൂലാന്ന് അത് വിളിച്ചു പറയണം അവിടെ നിന്ന് കണ്ട്. ഇപ്പം എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്നാവാം. അപ്പോൾ അമ്മച്ചിക്ക് വെച്ചറിയില്ലെങ്കിൽ അവിടെ നിന്നോളി, ഞങ്ങൾ പോവാണ്. അതിൻ്റെ അച്ചുട്ടിക്കൊക്കെ അവിടെ എത്തിക്കൊണ്ട് അവല് മിൽക്ക് കുടിച്ചായിട്ടുള്ളൊരു പീറ. അപ്പോൾ നിങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഏകദേശം അങ്ങാടിയിൽ എത്തിക്കണം കേട്ടോ. സ്പീഡ് പോകട്ടെ അരു കൂടെ കണക്ക്. അങ്ങനെ ഇതാ ഗൈസ്, ഇവിടേക്കാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് അവല് മിൽക്ക് കഴിക്കാൻ പോണ സ്ഥലം ഇതാണ്. ആദ്യമൊക്കെ അങ്ങോട്ട് കയറി അവിടെ നിൽക്കും. നിറയെ തിരക്കാണ് ഇപ്പോൾ റോട്ടിൽ. അവിടെയാണ് നിൽക്ക്. മക്കളവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് തിരക്കാണ്. ഈ കടയിലേക്കാണ് ഞങ്ങൾ പോണത്. പോര് ഓടി കയറലോ, നല്ല വെറൈറ്റി ഒക്കെ. അവല് മിൽക്ക് കിട്ടാ 5 ഒന്ന് സ്പെഷ്യൽ കൊണ്ടുപോകാൻ. സാധാ മതി. ഒന്ന് കൊണ്ടുപോകാൻ വേണം പാർസല്. ടോട്ടൽ 6. ഇവിടെ ഇങ്ങോട്ട് പോയാ കയറി ഞങ്ങൾ അവല് മിൽക്കിന് പറഞ്ഞ ഓർഡർ കൊടുത്തേക്കണേ. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടയത്തെ അവല് മിൽക്ക്. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. കണ്ടില്ലേ, അവർക്ക് സോസ് എടുത്ത് കഴിച്ചാണ് ഒരാൾ. അതാ ഗൈസ്, ഞങ്ങൾ കാത്തിരുന്ന അവല് മിൽക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിൽക്കും ഒപ്പം നിൽക്കില്ല 4 ആളോ. എല്ലാവരും ഓരോ
കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. സത്യം പറയാലോ, ഇവിടുത്തെ അവൽ മിൽക്കിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് അവൽ മിൽക്ക് കഴിക്കുന്ന സ്ഥലം ഇതാണ്. ഇത് അച്ചുവിനെ എത്താത്തതുകൊണ്ട് അച്ചു കണ്ടില്ല, ഇത് മുകളിൽ കയറി നിന്നത്. എല്ലാവരും കഴിച്ചിറങ്ങി. പൈസ കൊടുക്കാൻ അവർക്ക് മിഠായികൾ കാണുന്ന എല്ലാവർക്കും വാങ്ങിക്കും. അത് ഇത് മനോട്ടിൻ്റെ പാർസലും വാങ്ങിയിട്ടാണ് പോണത്. മറ്റവർക്ക് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് മനോട്ടിന് വേണ്ടി പാർസലും വാങ്ങി. കടയിലേക്ക് പോയാലേ ഓർക്ക് എല്ലാം വേണം. അപ്പോൾ അവൽ മിൽക്ക് കുടിച്ച് അപ്പം ഇങ്ങനെ പോവാ വിചാരിച്ച്. അപ്പോൾ അവർക്ക് അതാണ് ചോക്ലേറ്റ്, കുനാഫി, എന്താ ഒരു കുനാഫി എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് കാണുന്നതൊക്കെ അവർക്ക് പൂതിയാണ് കേട്ടോ. അതാണ് മക്കളെയും കൊണ്ട് കടയിലേക്ക് പോയാലുള്ള പ്രശ്നം. അങ്ങനെ പിന്നെ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം തന്നെ ഇക്കാനെ വിളിച്ച് ഇക്ക ഇവിടെ അങ്ങാടിയിലുണ്ടായിരുന്നു കേട്ടോ. പെരീക്ക് പോകാൻ നേരെ ഇക്കണ്. വൈകുന്നേരം ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോൾ പെരീക്ക് വരും കേട്ടോ. അപ്പോൾ ഇക്കാനോട് വിളിച്ചപ്പോൾ ഇക്ക ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഞങ്ങൾ ഇക്കാടെ വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇക്കാനെ കണ്ടതും മക്കൾ ഓടി ഇക്കാടെ വണ്ടിയിൽ കയറിയിട്ടാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മടങ്ങാണ് ഗൈസ്. അപ്പോൾ കുട്ടികൾ ചെറിയൊരൊക്കെ മുഖം വാടിയിക്കണ്. ഉപ്പിലിട്ട മാങ്ങയൊക്കെ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു പോരുമ്പോട്ടാ. അപ്പോൾ റോട്ടിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയൊക്കെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇക്ക അപ്പോത്തിന് വന്ന്. അപ്പോൾ ഞങ്ങൾ ഇക്കാടെ വണ്ടിയിൽ ഇങ്ങോട്ട് കയറി പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ സങ്കടം കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ തരണം കേട്ടോ. ബൈ.